5-ാം ദിവസം രാവിലെ 8:05. I wanna live my life for you, baby. Come on and tell me that you feel it. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല രാവിലെ 8:30. ഇത് കരച്ചിൽ കാണുന്നതല്ല, ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ. എൻ്റെ പൊന്നു തത്തമ്മ, കണ്ണുമില്ലേ? കണ്ണും ഒന്നും ഇല്ലാത്തതിനോട് എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യമാ തത്തമ്മ. എൻ്റെ അമ്മ കൊണ്ട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. റോസേ കാപ്പി തരാൻ പറഞ്ഞുണ്ട്. ബാത്റൂമിനകത്തിരുന്ന് കരയാന്ന് വെച്ചാൽ നടക്കത്തില്ല, ആൾക്കാരുണ്ട്, പെട്ടെന്ന് എപ്പോഴും ഇറക്കണം. അവളെ പൊന്നെ, അവളെ കിച്ചു. കാണാതിരിക്കാൻ പറ്റുന്നില്ല. രാവിലെ 9:15. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, 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 കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഞാൻ പറയും, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, 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 കണ്ണടച്ച് കിടക്കണത് ഞാൻ അവിടെ നിൽക്കുമ്പോ കണ്ണടച്ച് കിടക്കണത് കണ്ടു. ിരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ കൊണ്ട് കുരപ്പിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചേ. അയ്യോ അയ്യോ, ഒന്നും ഇല്ലടോ. എന്റെ സൗണ്ട് ഒന്നടച്ച് കണ്ണടച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് ഫയറാ, ഫയർ. ഏത് ഫയറാണെങ്കിലും തീയാണെങ്കിലും ഒന്ന് ഊതിയിട്ട് നീ വെറും ഫയർ. റേണുമോളെ വിളിക്കല്ലേ, എന്റെ പേര് രേണുമോളെന്നല്ല, രേണു സുധി. യു കോൾ മീ രേണു സുധി. ആരാണ് സുധി? അത് തൊട്ട് വിടണ്ട, അത് തൊട്ട് കളിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, മരിച്ചു പോയ എനിക്കറിയില്ല. ഇവിടെ അത് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ അനീഷ താനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നെ നീ വിളിക്കണോ ഒന്നും കൂടെ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, എന്നെ നീ എന്ന് വിളിച്ചാ. നാണം കൊണ്ടോടെ, താനാണോന്ന് പറഞ്ഞ് എന്തിനാടോ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം മെക്കെട്ട് കയറുന്ന എന്നെ പോലുള്ള പെണ്ണുങ്ങളെ നാണം കൊണ്ടോടെ തനിക്ക് നാണം കെട്ടാനേ. രാവിലെ 9:40. മതി, ഇത്ര ഒപ്പിട്ടാ മതി. ഇവിടെ ഞാൻ തീരുമാനിക്കും. ശരി, ചേട്ടനാണല്ലേ എല്ലാരും നമുക്ക് കണ്ടന്റ് വേണം, കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നിരിക്കാം. ചേട്ടൻ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ? കിട്ടാനാണ് ചേട്ടാ. ചേട്ടനോട് വേറെ ആരില്ല ചൊറിയാൻ വേണ്ടിട്ട്, അതുകൊണ്ട് ഇന്നെ ചൊറിയാൻ വരുന്നത്. ചേട്ടൻ ആര്? ഞാൻ കേട്ടത് പോലില്ല ചേട്ടന്റെ പേര്. നീയാര്? പേരില്ലേ? റെന ഫാത്തിമ. രാവിലെ 10:20. ആർജബൻസിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നോട്, അതെനിക്ക് മനസ്സിലായി. ഉണ്ട്, ഞാനത് വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ്. എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് ആർജബൻസി. എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. എനിക്ക് എൻ്റെ സൗന്ദര്യം മുടിയിലാണ്, ഞാൻ വെട്ടിക്കളയണം, വെട്ടാം, കുഴപ്പമൊന്നുമില്ല. എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തനിക്ക് വേണ്ടിയിട്ട് ഓക്കെയാണ്.
അനീഷിനെ പോലെ വേറെ പറഞ്ഞിട്ടോ? പറയും, ഞാനത് പറയും. മുന്നേ പറയില്ലേ? യെസ്, അങ്ങനെ പറയും. പറയണ്ട കേട്ടോ. പിന്നെ പറയാം. ഫോർ യു എനിത്തിങ്. ഓക്കെ, പെർഫെക്റ്റ്. എന്റെ ദൈവമേ. രാവിലെ 10:55. പണിയുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ബിഗ് ബോസ്. പ്രത്യേകിച്ച് ഒരു മനുഷ്യന് അവശ്യം വേണ്ട ഭക്ഷണം, വസ്ത്രം എന്നീ കാര്യങ്ങളിൽ. അതിൽ തന്നെ ഭക്ഷണത്തിന് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അല്ലേ? നല്ല വസ്ത്രമിട്ട് അണിഞ്ഞൊരുങ്ങി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദം ഉള്ള വസ്ത്രമിട്ട് പട്ടിണിയില്ലാതെ കിടക്കുന്നതാണ്. ഇതെന്റെ വാക്കുകളല്ല, ഇന്നലെ ബിന്നി പറഞ്ഞതാണ്. പക്ഷേ അതിന്റെ അർത്ഥവ്യാപ്തി ഈ വീടിനെ സംബന്ധിച്ച് വളരെ വലുതാണ്. അക്ബർ, പണിപ്പുരയിൽ പോകാൻ അവസരം ലഭിക്കുക എന്ന ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയെങ്കിലും ഈ വീടിന്റെ പ്രതീക്ഷയുടെ മുഴുവൻ ഭാരവും ഇപ്പോൾ നിങ്ങളുടെ ചുമലിലാണ്. അക്ബർ, എന്തൊക്കെയാണ് പണിപ്പുരയിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫുഡ് ഐറ്റംസ് മാത്രം തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഞാനടക്കം എല്ലാവരും വിശന്നിരിക്കുകയാണ്. ചിലവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താ ഹാപ്പി എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലുള്ള കപ്പിത്താനാണല്ലോ. അപ്പൊ ആ കപ്പലിലുള്ള ആളുകൾ വിശന്നിരിക്കുന്നുണ്ടോ, അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഹാപ്പിയാണോ ഹാപ്പി അല്ലെന്ന് പറയേണ്ടത്. ഇതുവരെ മൂക്ക് മുട്ട തിന്നിട്ടാണ് ഈ ഡയലോഗ് പറയുന്നത്. എനിക്കറിയാം, ഞാനടക്കമുള്ള ഞാൻ നോക്കുമ്പോൾ കാണുന്നതാണ്. പലരും ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്തിട്ട് അവന് കൊടുത്തോളൂ, ഇവന് കൊടുത്തോളൂ, അവനക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, നെവിന് കുറച്ച് കൂടുതൽ, കാരണം അധികം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും 1 or 2 ചപ്പാത്തിയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ കഴിച്ചിട്ടുള്ളത്. അക്ബർ, ബിഗ് ബോസ് എല്ലാം ഞാൻ കേട്ടു. പക്ഷേ എന്തു ചെയ്യാനാ? ഇന്ന് അക്ബറിന് വേണ്ടി മാത്രമുള്ള സാധനങ്ങളെ പണിപ്പുരയിലുള്ളൂ. എന്തെങ്കിലും ഉദാഹരണത്തിന് സ്വന്തം വസ്ത്രങ്ങൾ, പിന്നെ അക്ബറിന്റെ ഇഷ്ടഭക്ഷണങ്ങൾ. 1 പ്ലേറ്റ് പൊറോട്ട, കൂടെ മട്ടൻ, ബിരിയാണി, പിന്നെ കുഴിമന്തി. അങ്ങനെ അക്ബർ, നിങ്ങൾക്ക് ഇടിമിന്നൽ കണ്ണിലടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കോ ബിഗ് ബോസ്? ഇത് പറയാൻ കാരണം പണിപ്പുരയിൽ അത്തരത്തിൽ എന്തോ ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തവണ പണിപ്പുരയിൽ പോകാൻ 20 സെക്കൻഡ് സമയമാണ് അക്ബറിന് ലഭിക്കുക. ഒപ്പം 500 പോയിന്റുകളും. നൽകുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങളെടുത്ത് പുറത്തെത്തുക എന്നതാണ് പ്രധാനം. 2ാമത്തെ ബസറിന് മുമ്പ് പുറത്തെത്തിയില്ലെങ്കിൽ എടുത്തവ നഷ്ടമാകും. അക്ബർ മാത്രം ഗാർഡൻ ഏരിയയിലേക്ക് വരിക. ബാക്കി എല്ലാവരും ലിവിംഗ് റൂമിലെ സോഫയിൽ തന്നെ ഇരിക്കുക. രാവിലെ 11:20. പിന്നെ ട്രൈ ചെയ്യണം. പിന്നെയും അക്ബർ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: പൊറോട്ട സെറ്റ് ആൻഡ് മട്ടൻ കറി 150 പോയിന്റ്, ചിക്കൻ ബിരിയാണി 1 പ്ലേറ്റ് 150 പോയിന്റ്, ബർഗർ വെജ് 100 പോയിന്റ്, ബർഗർ നോൺ വെജ് 100 പോയിന്റ്, ഹാഫ് ഷവായി 100 പോയിന്റ്, ചിക്കൻ നൂഡിൽസ് 90 പോയിന്റ്. ബിഗ് ബോസ്, എനിക്ക് തോന്നുന്ന ബിഗ് ബോസ് ഇത് കൊടുക്കില്ല എന്നാണ്. കാരണം പോയിന്റ്സ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ അഭിപ്രായം കേൾക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒന്ന് പോണ എന്തുവാണ് അയാൾ ഇവിടെ ജീവിക്കണല്ല നമ്മളെ കൂടെ. അയാൾക്ക് ഫുഡ് വേണ്ടേ? വലിച്ചെറിഞ്ഞ വേണമെങ്കിൽ എടുത്തോ, ഞാൻ വേണമെങ്കിൽ എടുത്താൽ മതി. എക്സീഡ് ചെയ്തത് അവിടെ കൊണ്ടുവയ്ക്കാം. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയാം. ബിഗ് ബോസിനെ എടുക്കാം. എല്ലാവർക്കും അറിയാം. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവനൊക്കെ കൂടെ നമ്മ ജീവിക്കണല്ലോ. ആദ്യം എല്ലാവരും ഇരിക്കൂ. ഇവന്റെ സർക്കസ് നമ്മളയക്കണല്ലേ.
ഇവിടെ കെടുത്തുമ്പോ നിങ്ങൾക്ക് ആർക്കും മനുഷ്യത്വം